ആർ അച്യുതൻ. ഇനി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് അശ്വിൻ പാലാഴിയാണ്. അശ്വിൻ, കൊച്ചിക്ക് പുതുവത്സരാഘോഷം എന്ന് പറഞ്ഞാൽ അത് ഫോർട്ട് കൊച്ചി തന്നെയാണ്. അവിടുത്തെ കാർണിവലും അങ്ങനെയുള്ള കാര്യങ്ങളും ആഘോഷ തിമിർപ്പിലായിരിക്കും ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ. അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ്, പ്രത്യേകിച്ച് ഈ മേഖലകളിലൊക്കെ ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും ഒക്കെ കൂടുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നുവല്ലോ. തീർച്ചയായും ഫോർട്ട് കൊച്ചി എന്തായാലും ആ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ആ ഒരു വൈബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 4 മണിയോടുകൂടി ഫോർട്ട് കൊച്ചിയിലേക്ക് കടക്കാനുള്ള വഴികളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു നടപടിയാണ്. സ്വകാര്യ വാഹനങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വിടുന്നില്ല. ഫോർട്ട് കൊച്ചി രജിസ്ട്രേഷനുള്ള വാഹനങ്ങളല്ലാതെ ഒന്നും തന്നെ ഫോർട്ട് കൊച്ചിക്ക് ഉള്ളിലേക്ക് കടത്തിവിടാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഇനിയുള്ള ഏക യാത്രാമാർഗം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകളും KSRTCയും ഒക്കെയാണ്. അത് നിശ്ചിത ഇടവേളകളിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിക്കുള്ളിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയിരുന്നു. ഇപ്പോൾ എന്തായാലും ആളുകൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മണിയോടുകൂടി ഫോർട്ട് കൊച്ചി ഒരു വലിയ തിരക്കിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. വിദേശ ചന്തത്തിൽ ഈ പരേഡ് ഗ്രൗണ്ടിൽ ഒരുങ്ങിയിരിക്കുന്ന പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടുകൂടിയാണ് ഈ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക. അതിന് പുറമെ ചില വിവാദങ്ങൾ കൂടി ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചിയിൽ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ഈ പരേഡ് ഗ്രൗണ്ടിന് പുറമെ ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കണം എന്നുള്ളൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അത് പോലീസ് നിരസിക്കുകയും ചെയ്തു. എന്തായാലും അതിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. വൈകുന്നേരം എന്തായാലും ആ നടപടികളിൽ ഒരു കാര്യം അന്തിമ അങ്ങനെയുള്ള വിവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലാ കൊല്ലത്തേതും പോലെ കൊച്ചി ആ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വലിയൊരു ഓളത്തിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. താരതമ്യേന ഉണ്ടാകുന്നൊരു ആളുകൾ ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് വേണം നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ. എന്തായാലും കൂടുതലായ ആളുകൾ എത്തിത്തുടങ്ങിയാൽ, അതായത് ഫോർട്ട് കൊച്ചിക്ക് താങ്ങാനാവുന്നതിലധികം ആളുകൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായാൽ അവരെ പുറത്ത് തന്നെ തടയുന്നൊരു നിലയുണ്ടാകുമെന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും 2000-ലധികം പോലീസുകാരാണ് ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. അതിനു പുറമെ മറ്റ് ഈ വോളണ്ടിയേഴ്സ്, ഫോർട്ട് കൊച്ചി കാർണിവലിൻ്റെ വോളണ്ടിയേഴ്സ് കൃത്യമായ ഇടപെടലുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരക്ക് അനിയന്ത്രിതമാകുന്ന സാഹചര്യം ഉണ്ടായാൽ അവരുടെ കൂടി സഹായം ഉണ്ടാകും. എന്തായാലും 7 മണിയോടുകൂടി DJ പാർട്ടിയോടുകൂടിയാണ് ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക്, അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ ഡിസംബർ 31 ആഘോഷങ്ങൾക്ക് പരേഡ് ഗ്രൗണ്ടിൽ തുടക്കമാവുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ലക്ഷത്തിനടുത്ത ആളുകളെയാണ് ഇന്നിവിടെ പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ഇപ്പോൾ ഈ വീഥികളൊക്കെ വിജനമായി കിടക്കുക, അല്ലെങ്കിൽ ആൾ കുറഞ്ഞു കാണുന്നുണ്ടെങ്കിലും ഒരു 7 മണിയോടുകൂടി ഇവിടെ ഒരു മണൽത്തരി ഇട്ടാൽ താഴെ വീഴാത്തത്ര ആളുകൾ ഈ റോഡിലടക്കം ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും, സംജാതമാകും. കൃഷ്ണ. ശരി, അശ്വിനും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു.